പൂഞ്ഞാറിൽ ഒരംഗത്തിനു കൂടി തയ്യാറാണെന്ന് പറയുകയാണ് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് പി.സി. പാർട്ടിയെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മകൻ ഷോൺ ജോർജ് പാലായിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പി.സിക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഇട്ടാലും വെടിപൊട്ടുകയല്ല. ഇത് ഇട്ട് കഴിഞ്ഞ് 2 ലോക്ക് കൊടുക്കുക. ആ ലോക്ക് എടുത്തെങ്കിലേ വെടിവെക്കാം. ഇട്ട് കഴിഞ്ഞാൽ പൊട്ടുകയല്ല. പി.സി. ജോർജിന്റെ കയ്യിലെ തോക്കിനേക്കാൾ മൂർച്ചയുണ്ട് പി.സിയുടെ നാവിന്. ആ നാവ് കാരണമാണ് 2021 17,000-ഓളം വോട്ടിന് പി.സി. തോറ്റത്. 5 വർഷങ്ങൾക്കിപ്പുറം പൂഞ്ഞാറിൽ വീണ്ടും മത്സരിക്കാൻ പി.സിക്ക് കലശലായ ആഗ്രഹമുണ്ട്. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. മത്സരിക്കാൻ എനിക്കിഷ്ടമാണ്. അത് പാർട്ടി നേതൃത്വം പറയുന്നതിന് ചെയ്യാന്നുള്ളതല്ലാതെ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. ജനപക്ഷമായിരുന്നപ്പോൾ എൻ്റെ ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാനങ്ങ് പറയുമായിരുന്നു. ഇപ്പം അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ല. പാർട്ടി നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും. പൂഞ്ഞാറ് മത്സരിക്കാനാണ് ഞാൻ ഇഷ്ടമെന്നും ജയിക്കാൻ കഴിയുമെന്നും അവരോട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പി. പി.സി. ജോർജിന് ടിക്കറ്റ് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. മകൻ ഷോൺ ജോർജ് പാലായിൽ നിന്ന് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിനാൽ ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് അവസരമുണ്ടാകില്ല. സീറ്റില്ലെങ്കിൽ ബി.ജെ.പി. പി.സി. ജോർജിന് മുന്നിൽ ഒത്തുതീർപ്പ് ഫോർമുല വയ്ക്കും. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനമോ വൈസ് ചെയർമാൻ സ്ഥാനമോ പി.സിക്ക് ലഭിക്കും. ഒരു 6 മാസം മുമ്പ് ഇങ്ങനെ ഒരു ഗവർണർ സ്ഥാനത്തെ പറ്റി ഒരു ചർച്ച നടത്തി. ഞാൻ ഐ എം സോറി എന്ന് പറയുകയും ചെയ്യും. കാരണം ഞാനിവിടെ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതുപോലുള്ള സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുപോകരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. എന്തായാലും പി.സി. മത്സരിക്കുമോ എന്നുള്ളതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വ്യക്തതയുണ്ടാക്കും. ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം ലഭിച്ചാൽ പി.സിക്ക് കൂടി താല്പര്യമുള്ള ആളാകും പൂഞ്ഞാറിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി. ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.